തൗബതൻ ഖബലൽ മമാത്ത്. അവനിക്ക് എന്ത് കിട്ടും? തൗബ ചെയ്ത് മരിക്കാൻ പറ്റും. തൗബ ചെയ്ത് മരിക്കാൻ പറ്റും. അതായത് മരിക്കുന്നതിന് മുമ്പ് അവനിക്ക് തൗബ ചെയ്യാനുള്ള അവസരം അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. എങ്ങനെയായി തൗബ ചെയ്യേണ്ടത്? നല്ല രൂപത്തിൽ ദ്വാരക അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി, അല്ലാഹുവേ പടച്ചോനെ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ. ഇസ്തിഗ്ഫാർ അതൊരു തൗബയാണ്. ഇസ്തിഗ്ഫാർ അധികമായി പറയുക, അതൊക്കെ എന്താണ്? തൗബയിൽപ്പെട്ടതാണ്. അപ്പം മരിക്കുന്നതിന് മുമ്പ് നമുക്ക് തൗബ ചെയ്യാനുള്ള ഒരു അവസരം അല്ലാഹു തആല തരും. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് തൗബ ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിലോ അവൻ രക്ഷപ്പെട്ടൂലേ? രക്ഷപ്പെട്ടു. അപ്പോൾ അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന്, ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, അതായത് ഇപ്പോൾ നമ്മൾ മാറി കൊടുത്തിട്ട് വേണം അടുത്ത ആൾ നിസ്കരിക്കാൻ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ട്രെയിൻ പോകും, അല്ലെങ്കിൽ നമ്മുടെ ഒരു യാത്രയിലാണ്, പെട്ടെന്ന് നമുക്ക് പോകണം, അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ നമുക്ക് ആ പോകുന്ന വഴി ഓതാം, അവിടെ തന്നെ ഇരിക്കണം എന്നില്ല. മഹത്തുക്കൾ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി അവിടെ തന്നെ ഇരുന്ന് നമ്മൾ ഈ 10 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രതിഫലം തൗബതൻ ഖബലൽ മൗത്ത്, അവൻ മരിക്കുന്നതിന് മുമ്പ് അവനിക്ക് തൗബ ചെയ്യാനുള്ള അവസരം അല്ലാഹു തആല കൊടുക്കുന്നതാണ്. നല്ല മരണം കിട്ടുമെന്ന് അതിന്റെ അർത്ഥം. നിസ്കാരത്തിൽ മരിക്കാനുള്ള അവസരം, അല്ലെ? നോമ്പുകാരനായിട്ട് ഹജ്ജിന്റെ ഇടയിൽ ഖുർആൻ ഓതിക്കൊണ്ടൊക്കെ മരിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു ബറക്കത്തല്ലേ, അത് വലിയൊരു സൗഭാഗ്യമല്ലേ? അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ.